നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടാവും ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഉണ്ടാവും. പക്ഷെ അവൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവും, വിചാരിക്കും അവൻ ആ കാര്യത്തിൽ എക്സ്പേർട്ടാണ്. പിന്നെ വേറൊരുത്തനുണ്ടാവും, അത്യാവശ്യം സ്കില്ലും ഉണ്ടാവും നോളജും ഉണ്ടാവും, പക്ഷെ അവനക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാൾ നമ്മളാവാനും ചാൻസ് ഉണ്ട്. ഇതിനെയാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിൽ കുറച്ച് അറിവ് കിട്ടുമ്പോൾ തന്നെ നമ്മൾക്ക് തോന്നും നമ്മൾ ഈ കാര്യത്തിൽ എക്സ്പേർട്ടായി എന്ന്. ഇതാണ് മൗണ്ട് സ്റ്റുപ്പിഡ്. ഈ ടൈം നമ്മളുടെ കോൺഫിഡൻസ് വളരെ ഹൈ ആയിരിക്കും. അറിവ് കുറവായത് കൊണ്ട് തന്നെ എത്രത്തോളം അറിയില്ല എന്ന് തിരിച്ചറിവ് നമ്മൾക്ക് കുറവായിരിക്കും. പക്ഷേ നമ്മൾ മുന്നോട്ട് പഠിച്ചു വരുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക കാര്യങ്ങൾ ഇനിയും കടൽ പോലെ പഠിക്കാനുണ്ട്. ഈ ടൈം നമ്മുടെ കോൺഫിഡൻസ് എല്ലാം ഡ്രോപ്പ് ആവും. ഇതാണ് വാലി ഓഫ് ഡെസ്പെയർ. പിന്നെ മെല്ലെ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് മെല്ലെ കൂടും. ബട്ട് പണ്ടുണ്ടായ അഹങ്കാരം ഉണ്ടാവില്ല. ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. കാരണം എത്ര പഠിച്ചാലും ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് എക്സ്പേർട്ടിന് അറിയാം. സോ ഇടയ്ക്കൊക്കെ നമ്മൾ മൗണ്ട് സ്റ്റുപ്പിഡിലാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.